പ്രവാസികളുടെ മുഴുവൻ സമയ സഹായ ഹസ്തമാണ് നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ മുഴുവൻ സമയം സജീവമായി പ്രവാസികൾക്ക് വേണ്ടി സന്നദ്ധ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും സഹായങ്ങൾ നൽകി പോരുകയും ചെയ്യപ്പെടുന്ന സ്ഥാപനമാണ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എന്ന ലേബിളിൽ നോർക്ക റൂട്ട്സ് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. അപ്പൊ പലപ്പോഴും നോർക്കയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ വിവാദത്തിലെത്തുകയും വേണ്ട രീതിയിൽ പ്രവാസികളെ സഹായിക്കുന്നില്ല എന്നത് സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ സ്വാഭാവികപരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നോർക്കയെ വിചാരണ ചെയ്യപ്പെടുന്ന സംഭവങ്ങളും അതിനോടനുബന്ധിച്ചുകൊണ്ട് അവരെ സമര പരിപാടികളിലേക്ക് നോർക്കക്കെതിരെ സമരം സംഘടിപ്പിക്കുന്ന സംബന്ധമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നടന്നു വരാറുണ്ട്. പലപ്പോഴും പ്രവാസി സംഘടനകൾ തന്നെ നോർക്ക ഓഫീസിന്റെ മുമ്പിൽ വെച്ച് സമരം നടത്തുകയും നിവേദനം നൽകപ്പെടുകയും ഈ തിരുത്തൽ സംബന്ധമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായി വരുന്നത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് നോർക്ക എന്ത് സഹായം നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. 5 ലക്ഷത്തിൽ ചില്ലാനും ആളുകൾ നോർക്കയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്നാൽ ചാർട്ടേഡ് വിമാനം ഏർപ്പാടാക്കിയിട്ടില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു രീതിയിലുള്ള സഹായം നോർക്കയുടെ ഭാഗത്തുനിന്ന് പ്രവാസികൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പ്രവാസി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ബന്ധപ്പെട്ട ആളുകളും ഓരോരോ പ്രാവശ്യം വ്യത്യസ്തപരമായിരിക്കുന്ന സാഹചര്യങ്ങളിലും അവസരങ്ങളിലും സമയങ്ങളിലും പറയപ്പെടുന്നത് സ്വാഭാവികമാണ്. നമ്മളത് സോഷ്യൽ മീഡിയ വഴിയും ചാനൽ വഴിയും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നോർക്ക റൂട്ട്സ് പ്രവാസികൾക്ക് കോവിഡ് കാലഘട്ടത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ, അവരെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവൃത്തികൾ നടത്തപ്പെട്ടിട്ടുണ്ടോ എന്ന സംബന്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി അറേബ്യൻ പ്രവാസി കൗൺസിൽ എന്ന പ്രവാസി സംഘടന നോർക്കയ്ക്ക് നിവേദനം നൽകപ്പെടുകയും അത് സംബന്ധമായ രീതിയിലുള്ള വ്യക്തമായിരിക്കുന്ന മറുപടി നോർക്ക നൽകപ്പെടുകയും ചെയ്യപ്പെടുകയുണ്ട്. ഇത് സംബന്ധമായ രീതിയിലുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തൊക്കെ സഹായമാണ് നോർക്ക ചെയ്തത്, അല്ലെ നോർക്ക കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നോർക്കയിൽ നിന്നല്ലാതെ, നോർക്ക ശേഖരിക്കപ്പെട്ട വിവരങ്ങളല്ലാതെ, നോർക്ക നൽകപ്പെട്ട സഹായങ്ങളല്ലാതെ മറ്റൊരു സഹായവും ഒരു മേഖലയിൽ നിന്നും പ്രവാസികൾക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. നമുക്ക് ഈ സംബന്ധമായ കാര്യങ്ങളാണ് ഇന്ന് വിശദീകരിക്കപ്പെടാറുള്ളത്. ആദ്യം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ പ്രവാസികളുടെ കണക്കാണ് പ്രവാസി കൗൺസിൽ നോർക്കയോട് ആവശ്യപ്പെട്ടത്. ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് പ്രവാസികൾ വന്നിട്ടുണ്ട്, അത് മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട, കേരളക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കപ്പെട്ടത്. ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, എത്രയൊക്കെ വീതം വന്നിട്ടുണ്ട്, ഏതൊക്കെ ജില്ലയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് സംബന്ധമായ രീതിയിലുള്ള കാര്യങ്ങളാണ്. അതേക്കുറിച്ച് നോർക്ക വളരെ വ്യക്തമായ രീതിയിലുള്ള കണക്കാണ് രേഖാമൂലം എഴുതി നൽകിയത്. ഇത് മറ്റൊരു ഗവൺമെന്റ് ഏജൻസിക്കോ മറ്റൊരു സ്ഥാപനത്തിനോ ശേഖരിക്കാൻ പറ്റാത്തതാണ്, എംബസികൾക്ക് പോലും. അപ്പോ കൃത്യമായ രീതിയിലും ആത്മാർത്ഥപരമായ രീതിയിലും പ്രവാസി വിഷയങ്ങളിൽ വളരെ ക്രോഡീകരിക്കപ്പെട്ട കണക്ക് വിവരങ്ങൾ നോർക്കയുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഈ ചോദ്യത്തിന് മറുപടിയായി നൽകപ്പെട്ട രേഖ പ്രകാരം നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്ന് അവര് നൽകപ്പെട്ടതിൽ നമ്മൾക്കത് പരിശോധിക്കാം. രാജ്യങ്ങൾ തിരിച്ചുള്ള കണക്ക് പ്രകാരം, നോർക്ക നൽകപ്പെട്ട കണക്ക് പ്രകാരം UAE നിന്ന് 2,60,209 പേരാണ് തിരിച്ചെത്തിയത്. സൗദി അറേബ്യയിൽ നിന്ന് 77,627 പേര്, ഖത്തർ 45,972 പേര്, ഒമാൻ 46,598 പേര്, കുവൈത്ത് 26,284 പേർ, ബഹ്റൈൻ 18,910 പേർ. മറ്റ് രാജ്യങ്ങൾ, അത് ഗൾഫ് കൺട്രികൾ അല്ലാത്ത യൂറോപ്യൻ അടങ്ങുന്ന മറ്റ് രാജ്യങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് 28,919 പേർ. അങ്ങനെ 5,04,519 പേർ കോവിഡ് കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്ന് രേഖ പ്രകാരം നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് നമ്മൾ ജില്ല തിരിച്ചുകൊണ്ടാണ് പറയപ്പെടുന്നതെങ്കിൽ, ഓരോ ജില്ലയിലേക്ക് എത്ര പേര് എത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നതെങ്കിൽ, ഏറ്റവും കൂടുതൽ വന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. 82,477
പേരാണ് അവിടെ എത്തിയത്. രണ്ടാമത് കോഴിക്കോടാണ് 51,426 പേർ, കണ്ണൂർ 48,674 പേർ, തൃശൂർ 48,656, തിരുവനന്തപുരം 34,292, കൊല്ലം 32,803, എറണാകുളം 32,214, പാലക്കാട് 28,855, കാസർഗോഡ് 21,988, ആലപ്പുഴ 20,987, പത്തനംതിട്ട 18,496, കോട്ടയം 17,237, വയനാട് 5,965, ഇടുക്കി 4,244. ജില്ല പരാമർശിക്കപ്പെടാത്തവർ, അതായത് നമ്മുടെ രേഖയിൽ തിരിച്ചു പോരുന്ന രേഖയിൽ ഓരോരോ ജില്ലയും പ്രത്യേകപരമായി കണക്കാക്കിക്കൊണ്ട് രേഖപ്പെടുത്തണം എന്ന് അപേക്ഷാ ഫോമിൽ പ്രത്യേകപരമായ രീതിയിൽ നോട്ട് പറയുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, അവര് ഈ ജില്ല പരാമർശിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ തിരിച്ചു വന്നവര് 56,205 പേരാണ്. അത്രയും പേര് ജില്ല രേഖപ്പെടുത്താതെ നാട്ടിലേക്ക് മടങ്ങി വന്നവരാണ്. ജില്ലാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് മാത്രമേ ജില്ലാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ലഭ്യമാകൂ. ടോട്ടലായിട്ട് ആകെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ കോവിഡ് കാലത്ത് തിരിച്ചെത്തിയവർ 5,04,519 പേരാണ്. ഇത്രയും പേര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം രാജ്യത്തേക്ക്, അതായത് നമ്മുടെ കേരളത്തിലേക്ക് 3 വിമാനത്താവളത്തിൽ വന്ന് എത്തിച്ചേർന്നവരാണ്. ഇതില് നോർക്കയിൽ അവിടെ വിദേശ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടവര് 5,62,319 പേർ ഇതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഏകദേശം കണക്കെല്ലാം ഇവര് ക്രോഡീകരിക്കപ്പെട്ടത് വ്യക്തമാണ് എന്ന് മനസ്സിലാക്കുന്ന കണക്കെടുപ്പിനാണ് 5,62,319 പേർ നോർക്കൽ രജിസ്റ്റർ ചെയ്തു. നോർക്കൽ രജിസ്റ്റർ ചെയ്ത പ്രകാരം 5,04,519 പേർ നാട്ടിൽ തിരിച്ചെത്തപ്പെടുകയും ചെയ്തു. ഇനി ഓരോരോ രാജ്യങ്ങളിലും നോർക്കൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എത്ര പേർ വീതം എന്ന് നോക്കാം. രാജ്യാടിസ്ഥാനത്തിൽ നമ്മൾ പറയപ്പെടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടന്നത് UAE-യിലാണ്. 2,40,674 പേരാണ് നോർക്കയിൽ കോവിഡ് കാലത്ത് നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് UAE-യിലാണ്. ഏറ്റവും കൂടുതൽ കേരളക്കാർ ജോലി ചെയ്യപ്പെടുന്ന രാജ്യവും UAE ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നാട്ടിലേക്ക് വന്നതും UAE-യിൽ നിന്നാണ്. രണ്ടാമത് സൗദി അറേബ്യയിലാണ്. 99,746 പേരാണ് അവിടെ നോർക്കൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, അവിടെ ഉള്ളവർ. ഖത്തറിൽ 55,248 പേർ, ഒമാനിൽ 35,556 പേർ, കുവൈറ്റിൽ 35,075 പേർ, ബഹ്റൈനിൽ 18,757 പേർ. മറ്റ് രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളല്ലാത്ത മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് 77,263 പേർ, 5,62,319 പേർ. ഇത്ര ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഈ നോർക്കയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരാണ്. ഇവിടെ കൗൺസിൽ ചോദിക്കപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്, എന്തിനു വേണ്ടിയാണ് നോർക്കൽ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടത്, അതുകൊണ്ട് എന്ത് ഗുണമാണ് പ്രവാസികൾക്കുള്ളത്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. അതിന് അവർ നൽകിയ മറുപടി, നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്ത പ്രവാസി മലയാളികളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇവരെ പ്രത്യേകം വിമാനങ്ങൾ സജ്ജമാക്കി അതാത് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലെ 4 എയർപോർട്ടുകളിലായി എത്തിക്കുന്നതിനും സംസ്ഥാനത്ത് ഇവർക്ക് ആവശ്യമായിരിക്കുന്ന ക്വാറന്റൈൻ സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനുമാണ് നോർക്ക രജിസ്ട്രേഷൻ ആരംഭിച്ചത്. ഈ പറയപ്പെട്ട വളരെ വ്യക്തമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നോർക്കൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട അത്രയും പേരുകളെ എംബസിയിലേക്ക് അവർ ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ആ വിവരങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയും സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരോ രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, അവർക്ക് ആരോഗ്യ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ക്വാറന്റൈൻ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും വ്യക്തമാക്കണമെന്നും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇവിടെ റെഡിയാക്കണമെന്നുമുള്ള ആവശ്യം അല്ലെങ്കിൽ നിർദ്ദേശം അല്ലെങ്കിൽ അപേക്ഷ നോർക്ക സംസ്ഥാന ഗവൺമെന്റ് നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മൊത്തത്തിൽ നോക്കപ്പെടുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നോർക്ക ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നീടുള്ള ചോദ്യത്തിന് എത്ര ചാർട്ടേഡ് വിമാനങ്ങളാണ്
കേരളത്തിലേക്ക് ഏർപ്പാട് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്ര ചാർട്ടേഡ് വിമാനങ്ങൾ വന്നിട്ടുണ്ട് എന്നതാണ്. അതിന്റെ നോർക്കയുടെ കണക്ക് 2421 ചാർട്ടേഡ് വിമാനങ്ങളാണ് വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിൽ നിന്നും മലയാളികളെയും വഹിച്ചുകൊണ്ട് കേരളത്തിലെ 4 എയർപോർട്ടുകളിലേക്കും എത്തപ്പെട്ടത്. പിന്നെ അതോടനുബന്ധിച്ച് തന്നെ കേരളത്തിന് പുറത്തുള്ള പ്രവാസി മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ, ഗുജറാത്ത്, ആസാം ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യപ്പെടുന്ന മലയാളികളായിരിക്കുന്ന പ്രവാസികൾ അവര് എത്ര ആൾ വീതം നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതിന് അവർ ജില്ലാടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ നോർക്ക നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ്. 1,50,000 പേരാണ് നോർക്കയുടെ കണക്ക് പ്രകാരം കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനത്തിൽ നിന്നും എറണാകുളം ജില്ലയിലേക്ക് മാത്രം തിരിച്ചു വന്നത്. തിരുവനന്തപുരം 99,200 പേർ, കണ്ണൂർ 94,800 പേർ, മലപ്പുറം 83,515, കോഴിക്കോട് 65,310, പാലക്കാട് 63,850, തൃശൂർ 63,706, കൊല്ലം 48,250, കോട്ടയം 47,120, ഇടുക്കി 46,150, ആലപ്പുഴ 40,790, പത്തനംതിട്ട 36,258, കാസർഗോഡ് 30,936, വയനാട് 24,044. 8,93,929 പേർ കേരളത്തിന്റെ പുറത്ത് വ്യത്യസ്തപരമായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യപ്പെടുന്നവർ കോവിഡ് കാലത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നീട് കോവിഡ് കാലത്ത് നോർക്ക പ്രഖ്യാപിച്ച പ്രവാസികൾക്ക് പ്രഖ്യാപിച്ച ധനസഹായം അത് ഏതൊക്കെ രീതിയിലാണ്, ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ആർക്കൊക്കെ കിട്ടാത്തതുണ്ട്, ഇത് സംബന്ധമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ 3 രീതിയിലുള്ള സഹായമാണ് നോർക്ക മുഖാന്തരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കപ്പെട്ടത്. അതിലൊന്ന്, വിസയുള്ളവർക്ക് വിദേശത്ത് നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ പറ്റാതെ കോവിഡ് കാലത്ത് ഇവിടെ കുടുങ്ങിപ്പോയ വിസയുള്ള പ്രവാസികൾക്ക് 5,000 രൂപ നൽകപ്പെടുന്ന രീതിയാണ്, ധനസഹായത്തിന്റെ രീതിയാണ് ഒന്നാമത്തതായി അതിൽ പറയപ്പെടുന്നത്. രണ്ടാമത് പറയുന്നത്, അംശാദായം വാങ്ങുന്ന പ്രവാസികൾ 60 വയസ്സ് കഴിഞ്ഞിട്ട് അംശാദായം വാങ്ങപ്പെടുന്ന, അതായത് പെൻഷൻ വാങ്ങപ്പെടുന്ന വ്യക്തികൾക്ക് പ്രത്യേക അപേക്ഷാ ഫോമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ 1,000 രൂപ നൽകപ്പെടുന്ന സഹായ നിധിയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് പറയപ്പെടുന്നത്, കോവിഡ് ബാധിച്ച പ്രവാസികൾക്ക് നൽകപ്പെടുന്ന 10,000 രൂപയുടേതാണ്. ഇത് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് ലഭ്യമായിട്ടുണ്ട്, അത് ജില്ലാടിസ്ഥാനത്തിൽ എങ്ങനെയാണ്, അത് ലഭിക്കാത്തവരുണ്ടോ, അത് സംബന്ധമായ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നോർക്ക വിവരങ്ങൾ മറുപടി നൽകപ്പെടുന്നുണ്ട്. കോവിഡ് ധനസഹായത്തിനായി 1,75,474 പേർ രജിസ്റ്റർ ചെയ്തു. 2020 ജനുവരി 1 മുതൽ 2020 മെയ് വരെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വാലിഡ് പാസ്പോർട്ട്, വാലിഡ് ജോബ് വിസ എന്നിവയുമായി നാട്ടിൽ തിരിച്ചെത്തി ലോക്ക്ഡൌൺ കാരണം തൊഴിലിടങ്ങളിലേക്ക് തിരികെ പോകാൻ സാധിക്കാതെ നിൽക്കുന്നവർക്ക് 2020 ഏപ്രിൽ 1 മുതൽ 2020 മെയ് 5 വരെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. രജിസ്റ്റർ ചെയ്ത പ്രവാസികളിൽ ഇതുവരെ 1,00,000 പ്രവാസികൾക്ക് സഹായധനം നൽകിയിട്ടുണ്ട്. അപേക്ഷിക്കപ്പെട്ടവരിൽ 1,00,000 പേർക്ക് സഹായധനം നൽകി. ഇത് സംബന്ധമായ സർക്കാർ നിഷ്കർഷിച്ച രേഖകൾ സമർപ്പിക്കാത്തവർക്ക് തുക അനുവദിക്കപ്പെട്ടിട്ടില്ല. ഓരോരോ അപേക്ഷയോടൊപ്പം ഇത്തരത്തിലുള്ള രേഖകൾ കൃത്യമായ രീതിയിൽ ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാർ. അത് അനുസരിച്ചിട്ട് രേഖകൾ ഹാജരാക്കപ്പെടാത്തവർക്ക് നൽകിയിട്ടില്ല. ഹാജരാക്കപ്പെട്ടവരിൽ 1,00,000 പേർക്ക് നൽകപ്പെട്ടതായിട്ട് രേഖയിൽ പറയുന്നു. തുക അനുവദിച്ചിട്ടുള്ള ജില്ല തിരിച്ചുള്ള വിവരങ്ങളാണ്. തുക അനുവദിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് 5,000 രൂപ തിരിച്ചു പോകാൻ സാധിക്കാതെ വിസയുള്ള വ്യക്തികൾക്ക് തുക അനുവദിച്ചത് ജില്ലാടിസ്ഥാനത്തിലുള്ള കണക്ക് വിവരങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, തിരുവനന്തപുരമാണ് 8,452 പേർക്കാണ് 5,000 രൂപ വീതം നൽകപ്പെട്ടത്. കൊല്ലത്ത് 8,884, പത്തനംതിട്ട 2,213, ആലപ്പുഴ 5,493, കോട്ടയം 2,460, ഇടുക്കി 523, എറണാകുളം 2,867, തൃശ്ശൂർ 10,830, പാലക്കാട് 6,647,
മലപ്പുറം 18,512, കോഴിക്കോട് 14,211, വയനാട് 1,281, കണ്ണൂർ 11,006, കാസർഗോഡ് 6,621, ആകെ 1,00,000 പേർക്ക് ധനസഹായം ലഭ്യമാക്കി. പിന്നീട് അതിൽ പറയപ്പെട്ടത് ഇത് 5,000 രൂപ വിസയുള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിക്കപ്പെട്ട ധനസഹായത്തിന്റെ ഇതുവരെയുള്ള കണക്കിന്റെ ഭാഗമായിട്ട് പറയപ്പെട്ടാണ് ജില്ലകൾ തിരിച്ചത്. അതോടനുബന്ധിച്ച് തന്നെ 1,000 രൂപ നൽകപ്പെടും എന്നുള്ള ഒരു സഹായം കൂടി അതിന്റെ കൂടെ പ്രഖ്യാപിച്ചിരുന്നു. അത് സംബന്ധമായ രീതിയിലുള്ള മറുപടി ഇങ്ങനെയാണ്: 1,000 രൂപ വിതരണം ചെയ്യുന്ന പദ്ധതി ഈ ഓഫീസിൽ നടപ്പിലാക്കുന്നില്ല. നോർക്കയിൽ നിന്ന് 1,000 രൂപ നൽകപ്പെടുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നില്ല എന്ന് വെച്ചാൽ പ്രവാസികൾ അതിന് കാത്തിരിക്കേണ്ട കാര്യമില്ല, അങ്ങനത്തെ ഒരു സഹായ പദ്ധതി ഇല്ല എന്നാണ് നോർക്ക് പറയുന്നത്. അപ്പൊ 1,000 രൂപ എന്ന് പറയുന്ന സഹായ സംവിധാനം ഇതുവരെ ആർക്കും വിതരണം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പദ്ധതി സംബന്ധമായ രീതിയിലുള്ള കണക്കുകൾ അല്ലെങ്കിൽ അങ്ങനെ അത് സംബന്ധമായിരിക്കുന്ന ഒരു സഹായ നിധി നോർക്ക ശേഖരിക്കപ്പെട്ടിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. അതോടനുബന്ധിച്ച് പിന്നെ മൂന്നാമത് വരുന്നത് 10,000 രൂപ കോവിഡ് ബാധിക്കപ്പെട്ട പ്രവാസികൾക്ക് നൽകപ്പെടുന്ന സംബന്ധമായ കാര്യമാണ്. അതിന് പറയുന്നു, കോവിഡ് ബാധിച്ച പ്രവാസികളിൽ ധനസഹായത്തിന് 47 പേർ അപേക്ഷ ലഭിച്ചതിൽ 9 പേർക്ക് വിതരണം ചെയ്തു. സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തവർക്ക് തുക അനുവദിച്ചിട്ടില്ല. അതായത് കോവിഡ് ബാധിക്കപ്പെട്ട പ്രവാസികളിൽപ്പെട്ട വ്യക്തികൾക്ക് 10,000 രൂപ തിരിച്ചടവില്ലാതെ സഹായം നൽകപ്പെടുന്ന ഒരു സംവിധാനം ഈ സഹായത്തോടൊപ്പം സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന് ആകെ 49 പേരാണ് അപേക്ഷ നൽകപ്പെട്ടത്. അതിൽ 9 പേരാണ് കൃത്യമായ രീതിയിൽ രേഖ ഹാജരാക്കപ്പെട്ടത്. അവർക്ക് സഹായം നൽകിയിട്ടുണ്ട്. ആ ജില്ലകൾ തിരിച്ചുള്ള കണക്ക് പറയുന്നു: കൊല്ലത്ത് ഒരാളാണ്, ആലപ്പുഴ 3 പേര്, പത്തനംതിട്ട 3 പേര്, തൃശൂർ 1 പേര്, കാസർഗോഡ് 1. അങ്ങനെ ടോട്ടലായിട്ട് 9 പേർക്ക് 10,000 രൂപ നൽകപ്പെട്ടിട്ടുണ്ട്. പിന്നീടുള്ളത് വിദേശ രാജ്യങ്ങളിൽ മരണപ്പെടുന്ന പ്രവാസികൾക്ക് എന്ത് സഹായമാണ് അവർക്ക് നൽകിയത്? അവിടെ 300 ചില്ലാനോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വല്ല സഹായം നൽകപ്പെട്ടിട്ടുണ്ടോ? നൽകപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? മരണപ്പെട്ടവരുടെ കുടുംബത്തിനും നിർബന്ധമായ രീതിയിലും നോർക്ക സഹായം നൽകപ്പെടേണ്ടതല്ലേ എന്നുള്ള കാര്യമാണ് ചോദിക്കപ്പെട്ടത്. അതിനുള്ള മറുപടി പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: വിദേശ രാജ്യങ്ങളിൽ മരണപ്പെടുന്ന മലയാളി പ്രവാസികളുടെ കുടുംബത്തിന് സാന്ത്വന പദ്ധതി മുഖാന്തരം അപേക്ഷിക്കുന്ന കുടുംബങ്ങൾക്ക് 1,00,000 രൂപ വീതം ധനസഹായം നൽകി വരുന്നു. ഈ സാമ്പത്തിക വർഷം സാന്ത്വന പദ്ധതിയുടെ കീഴിൽ 2,197 പേർക്കായി 12.3 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയപ്പെടുന്നത് പ്രവാസികളായ ആളുകൾ നോർക്ക വിഷയ സംബന്ധമായ രീതിയിലുള്ള കാര്യത്തിന് അവിടെ മരണപ്പെട്ടവർ, അത് സംബന്ധമായ രീതിയിൽ മരണപ്പെട്ട വ്യക്തികൾക്ക് ധനസഹായം നൽകുന്ന സംബന്ധമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ചോദിക്കപ്പെട്ടത്. ആ ചോദ്യത്തിന് നൽകിയ മറുപടി എന്ന് പറയപ്പെടുന്നത്, നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മുൻപേ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹായ പദ്ധതി, കാരുണ്യ സഹായ പദ്ധതി നിലനിൽക്കുന്നു. പ്രവാസികളായിരിക്കുന്ന ഒരു വ്യക്തി വിദേശത്തു നിന്നോ നാട്ടിൽ നിന്നോ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് 1,00,000 രൂപ തിരിച്ചടവില്ലാത്ത ധനസഹായം നൽകുന്നത് സംബന്ധമായിരിക്കുന്ന കാര്യമാണ്. ആ ഒരു സഹായമല്ലാതെ പ്രത്യേകപരമായി കോവിഡ് കാലത്ത് വിദേശ രാജ്യങ്ങളിൽ മരണപ്പെട്ട പ്രവാസികൾക്ക് യാതൊരുവിധ സഹായം നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ മരണപ്പെട്ട അത്രയും കുടുംബങ്ങൾക്ക് പ്രവാസി എന്ന നിലക്ക് അവരുടെ കുടുംബം അപേക്ഷിച്ചാൽ 1,00,000 രൂപ നൽകാൻ നോർക്ക തയ്യാറാണ്. അത് പ്രകാരം ഏകദേശം 12.3 കോടി രൂപ ഇതുവരെയായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രത്യേകപരമായി ലഭിക്കുന്ന ഫണ്ട് ഇപ്പോഴും നീക്കി വെച്ചിരിക്കുന്നു എന്നാണ് രേഖയിൽ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികളിൽപ്പെട്ട ആളുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് മരണപ്പെട്ട പ്രവാസി കുടുംബങ്ങൾ നോർക്കയായിട്ട് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ 1,00,000 രൂപ ഈ 300 ആളുകൾക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നോർക്കയുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപേക്ഷ നൽകപ്പെടാത്ത ഒരു പക്ഷേ ആളുകൾ ഉണ്ടാവും, ഇതേക്കുറിച്ച് അറിയാത്തവരുണ്ടാവും. അതുകൊണ്ട് മനസ്സിലാക്കണം, പ്രവാസികളായിരിക്കുന്ന ആളുകൾ വിദേശത്ത് വെച്ചോ ഗൾഫിൽ നിന്ന് നാട്ടിൽ വെച്ചോ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് നോർക്ക വഴി 1,00,000 രൂപ തിരിച്ചടവില്ലാത്ത ധനസഹായം നൽകപ്പെടുന്നുണ്ട്. ഇനി അതിന്റെ അടുത്ത് വരുന്നത് കേരള പ്രവാസി സഭ വരുന്നുണ്ട്. അതിന്റെ സഹായ സംബന്ധമായിരിക്കുന്ന കാരണമാണ് ലോക കേരള സഭ. ഈ സഭ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? ഇത്തരം പ്രതിസന്ധി കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് എന്ത് സഹായമാണ് ഉണ്ടായത് എന്നതായിരുന്നു ചോദ്യം. അതിന് അവർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: കേരളത്തിനകത്തും
ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഇന്ത്യക്ക് പുറത്തും വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരായ കേരളീയരുടെ പൊതുവേദിയാണ് ലോക കേരള സഭ. വിവിധ മേഖലകളിലെ വിവിധ വിഷയങ്ങളെ കുറിച്ച് പഠനം നടത്തി കേരളത്തിൽ തനത് സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ലോക കേരള സഭ പ്രവർത്തിക്കുന്നത്. പ്രവാസികൾക്ക് എന്ത് സഹായ സംബന്ധമായ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലോക കേരള സഭ എന്താണ് നൽകപ്പെട്ടത്, എന്ത് സഹായമാണ് ചെയ്തത്, അത് എന്തിനു വേണ്ടി പ്രവർത്തിക്കപ്പെടുന്നു എന്നുള്ളതായിട്ട് ചോദ്യം. അതിന് തുടർച്ച പറയുന്നത് ഇങ്ങനെയാണ്: വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ലോക കേരള സഭ അംഗങ്ങൾ പ്രവാസി സമൂഹത്തിനിടയിൽ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകി വരുന്നു. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസി മലയാളികളെ സഹായിക്കുന്നതിന് മലയാളി സംഘടനകളുടെയും ലോക കേരള സഭാംഗങ്ങളുടെയും സഹായത്തോടെ UAE, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ, USA, മലേഷ്യ, മൊസാംബിക്, സാംബിയ, വെസ്റ്റ് ഇൻഡീസ്, ബോട്സ്വാന, ജർമ്മനി, നോർവേ, ഇന്തോനേഷ്യ, അയർലൻഡ് എന്നീ 14 രാജ്യങ്ങളിൽ നോർക്കെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയും പ്രവാസി സമൂഹത്തിന് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ നൽകി വരികയും ചെയ്യുന്നു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്വന്തം നിലയിലും കമ്മ്യൂണിറ്റി ലെവലിലും എംബസി മുഖേനയും വേണ്ട സഹായങ്ങൾ ലഭ്യമാകുന്നതിന് സഹായിക്കുന്നു. ഭക്ഷണം, മരുന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ട് തുടങ്ങിയ കാര്യങ്ങളിൽ പരിഹാരം കാണാനും ശ്രദ്ധിക്കുന്നു. നിരവധി പ്രവാസി മലയാളികൾക്ക് ആശ്വാസകരമായ രീതിയിൽ ഹെൽപ്പ് ഡെസ്ക് സേവനം ലഭ്യമാക്കി. ലോക കേരള സഭ വഴി സാമ്പത്തിക സഹായം നൽകി വരുന്നില്ലെങ്കിൽ പോലും മറ്റുള്ള എല്ലാ നിയമപരമായിരിക്കുന്ന പ്രാഥമികപരമായിരിക്കുന്ന ശമ്പള സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ലോക കേരള സഭ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ സേവനം നൽകി വരികയും അവരോട് സഹായം അപേക്ഷിക്കപ്പെടുകയും ചെയ്തു വരുന്നുണ്ട് എന്നുള്ള വിവരമാണ് നോർക്കെ ലോക കേരള സഭയെ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളുടെ ചോദ്യത്തിനായി മറുപടി നൽകിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്ര വിവരങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ക്രോഡീകരിക്കുകയും അത് ശേഖരിച്ചു വെക്കുകയും പ്രവാസികളിലെ ബന്ധപ്പെട്ട സംഘടനകൾ ആവശ്യപ്പെടുന്ന സമയത്ത് നൽകാനും സന്നദ്ധമായിരിക്കുന്ന ഒരു സംവിധാനം നോർക്കെ അല്ലാതെ വേറെ എവിടെയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേറെ സംഘടനയും ഇല്ല, വേറൊരു സംസ്ഥാനത്തും ഇല്ല. ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തരത്തിലുള്ള സഹായങ്ങളും നോർക്കയുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. നോർക്ക ഒന്നും നൽകിയിട്ടില്ല, നോർക്ക ഒന്നും നൽകുന്നില്ല എന്ന് സംബന്ധമായിരിക്കുന്ന വിവാദപരമായിരിക്കുന്ന വിഷയങ്ങളും ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിവാദത്തിലേക്ക് എത്തുന്നത് നമ്മൾ സാധാരണ കാണുന്നതാണ്. അപ്പൊ അത് നോർക്കയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങളും ഈ കാര്യങ്ങളും കൃത്യമായി ചോദിക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് ഈ സംശയങ്ങൾ നിലനിൽക്കുന്നത്. ഒരാള് ഒരു കാര്യത്തെ പറ്റി പറയുന്ന സമയത്ത് അതിന് തുടർച്ച ആവർത്തിച്ച് പറയപ്പെടുന്ന കാര്യങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ ആവർത്തനം ഉണ്ടാകുന്ന സമയത്ത് സത്യമാണ് എന്ന് മനസ്സിലാകുന്ന രൂപത്തിലുള്ള രീതികളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സാധാരണ കണ്ടുവരുന്നത്. അതിന്റെ വ്യക്തമായിരിക്കുന്ന രേഖപ്രകാരമുള്ള മറുപടിയാണ് നോർക്ക് നൽകുന്നത്. ഇത്രയും വിവരങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവർക്ക് നൽകപ്പെടുന്ന സഹായ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് നൽകിയ സഹായ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടെങ്കിൽ അത് സംബന്ധമായ രീതിയിൽ പരിഗണിക്കപ്പെടുന്ന രീതിയിൽ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും പ്രവാസികൾക്ക് അനുകൂലപരമായിരിക്കുന്ന ഏത് സമയം 24 അവർ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഏത് സമയത്തും സഹായിക്കാൻ സന്നദ്ധമായിരിക്കുന്ന ഒരു സ്ഥാപനമായി തന്നെ ഈ ഒരു കോവിഡ് കാലയളവിൽ നോർക്ക പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അത് നോർക്ക പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നും ഇവരിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമായ രേഖയോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത് നോർക്കയെ സമീപിക്കാത്തത് കൊണ്ടാണ്, നോർക്കയോട് സംബന്ധമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുള്ള ചോദിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ തന്നെ പരസ്പരം അങ്ങോട്ടും രാഷ്ട്രീയം കളിച്ചുകൊണ്ടുള്ള ചർച്ച എന്നല്ലാതെ യഥാർത്ഥത്തിൽ നോർക്ക ഈ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ രീതിയിലും കണിശപരമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിനുവേണ്ടി സഹായങ്ങൾ നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ മരണപ്പെട്ട പ്രവാസികളുടെ കുടുംബത്തിന് സഹായ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോർക്ക തയ്യാറാണ്. അതിന് പണം മാറ്റിവെച്ചിട്ടുണ്ട്. അപേക്ഷിക്കാത്തവർ അത് സംബന്ധമായിട്ട് അപേക്ഷിക്കാം. കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം ഇതിന്റെ ഹെഡ് ഓഫീസുകളായി പ്രവർത്തിക്കുന്നു. മറ്റ് പരമാവധി ജില്ലകളിലൊക്കെ അതിന്റെ പോഷക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി സൈറ്റിലേക്ക് കയറിയാൽ നമ്മൾ ഗൂഗിളിൽ നോർക്കയുടെ സൈറ്റിൽ സെർച്ച് ചെയ്താൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ വിവരങ്ങൾ അറിയാൻ പറ്റും. സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നു, കോൺടാക്ട് നമ്പർ എന്താണ്, ആരുമായിട്ട് കോൺടാക്ട് ചെയ്യപ്പെടണം, ഏത് സമയത്ത് വിളിച്ചാൽ അവരെ കിട്ടും, ഏത് തരത്തിൽ അപേക്ഷിക്കണം, എന്തൊക്കെ സഹായധനങ്ങളുണ്ട്, അതിന്റെ സൈറ്റിലേക്ക് നോർക്കയുടെ സൈറ്റിലേക്കാണ് വേണ്ടി കയറിയാൽ ഈ സംബന്ധമായിരിക്കുന്ന സഹായങ്ങൾ ഏതൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായിരിക്കുന്ന മുന്നറിയിപ്പുകൾ നമുക്ക് സൈറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി സാധിക്കും. അത് സംബന്ധമായ രീതിയിലുള്ള സഹായത്തിന് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ആ പണം ലഭ്യമാകുന്നതാണ്.
അപ്പോ ഇവിടെ എംബസിയോടൊപ്പം തന്നെ എംബസിക്ക് ചെയ്യപ്പെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് കയറ്റി അയക്കപ്പെട്ടു എന്നല്ലാതെ എംബസിയോട് ഇത് സംബന്ധമായ രീതിയിലുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഇത് സംബന്ധമായിട്ടുള്ള യാതൊരു വിവരവും ഇല്ല. എത്ര ആൾക്കാർ വന്നു, കൃത്യമായിരിക്കുന്ന അതിന്റെ കണക്ക് എങ്ങനെയാണ്, അത് സംബന്ധമായ എന്ത് ക്രോഡീകരണമാണ് നടത്തപ്പെട്ടത്, മലയാളികൾ പ്രത്യേകിച്ച് അറിയപ്പെടണം എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ എംബസിയുടെ ഭാഗത്ത് അവർ ശേഖരിക്കപ്പെട്ടിട്ടില്ല. വിദേശകാര്യ വകുപ്പിലും ഈ സംബന്ധമായ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ നോർക്കയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ രീതിയിലുള്ള വിവരശേഖരണങ്ങൾ അവർ നടത്തപ്പെടുകയും ഈ വിവരശേഖരണം അവർ ക്രോഡീകരിച്ച് വെക്കപ്പെടുകയും ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് അത് നൽകാൻ സന്നദ്ധമായ രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശദമായിരിക്കുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കപ്പെട്ടും ഓരോന്നും കൃത്യമായ രീതിയിലെ കണക്ക് പ്രകാരം അവര് രേഖപ്രകാരം തന്നെ അത് നൽകി വരികയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നോർക്കയെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്ത് പ്രവാസി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തപരമായിരിക്കുന്ന സഹായങ്ങൾ തന്നെയാണ് നൽകി വന്നത്. മറ്റുള്ള പ്രവാസി സംഘടനകളൊക്കെ ഏകോപിപ്പിച്ചും അവരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സഹായം നൽകാനുള്ള ശ്രമങ്ങൾ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് UAE പോലെയുള്ള രാജ്യങ്ങളിൽ നടത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ എല്ലാം അവർ വിജയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് അവിടുന്ന് നിയമപരമായ പ്രശ്നത്തിൽ കുടുങ്ങിയ പല ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നോർക്ക മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആ ഭാഗം കൃത്യമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ നമ്മള് ആവശ്യത്തിനും അനാവശ്യത്തിനും നോർക്കയെ പ്രതിചേർക്കപ്പെടുന്ന രീതികൾ ശരിയല്ല. അവര് പ്രവാസികൾ സംബന്ധമായിരിക്കുന്ന മുഴുവൻ വിവരശേഖരണത്തിന്റെയും രൂപങ്ങൾ ഉണ്ടാക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. സഹായ സംബന്ധമായിരിക്കുന്ന സഹായങ്ങൾ ഇതുവരെ നൽകപ്പെട്ടതാണ് നമ്മളിവിടെ രേഖയിൽ പറയപ്പെട്ടത്. ആ പറയപ്പെട്ട തീയതി വരെയുള്ളത്. അതിനുശേഷം നടന്നത് നമ്മൾക്ക് വീണ്ടും അപേക്ഷിച്ചാൽ അവർ തരാൻ തയ്യാറാണ്. അതിന്റെ വിവരശേഖരണങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട്. നമ്മൾ കൃത്യമായ രീതിയിലുള്ള തീയതി പ്രകാരമാണ് വിവരശേഖരണങ്ങൾ നടത്തപ്പെടുന്നത്. ആ തീയതി കഴിഞ്ഞാൽ പിന്നീടുള്ളത് അടുത്ത അപേക്ഷയിലാണ് പരിഗണിക്കപ്പെടുക. അത്തരം അപേക്ഷകൾ, അപ്പൊ അത് സംബന്ധമായിരിക്കുന്ന അപേക്ഷകൾ നമ്മൾക്ക് ഇത് സംബന്ധമായി ഇതിനു ശേഷം അവർക്ക് അപേക്ഷിച്ചതിന് ശേഷമുള്ള മറുപടി സംബന്ധമായ കാര്യങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.